മിഷൻ തണ്ണീർക്കൊമ്പൻ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് ആ ദൗത്യം ഉള്ളത്. പ്രേക്ഷകർ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ, ആനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുക എന്നുള്ള ദൗത്യം, അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എലിഫന്റ് ആംബുലൻസിന് സമീപത്തേക്ക് ആനയെ എത്തിക്കുന്നതിന് സജ്ജമായി 3 കുങ്കിയാനകൾ നിൽക്കുന്നു. അതുപോലെ അതിനു വേണ്ട വഴി ഒരുക്കുന്നതിനുള്ള നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. JCB ഉപയോഗിച്ചുകൊണ്ട് ആ വഴി ക്രമീകരിക്കുന്നതൊക്കെ, വഴിയൊരുക്കുന്നതൊക്കെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടാകും. എന്തായാലും ആ മയക്കുവെടിയേറ്റതിന് ശേഷം ആന മയങ്ങിയിട്ടുണ്ട്. ആ മയക്കം എത്രത്തോളം എന്നുള്ള കാര്യം, അതുപോലെ ദൗത്യം തുടങ്ങാനായോ എന്നുള്ള കാര്യം വിലയിരുത്തുന്നതിന് വേണ്ടി ആനയെ ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ദൗത്യസംഘം. അതിനുശേഷം ആ വിലയിരുത്തലിന് ശേഷം ഏത് തരത്തിലുള്ള നടപടികളിലൂടെ തുടങ്ങണം എന്നുള്ള കാര്യം ദൗത്യസംഘം ആലോചിക്കും. എന്തായാലും അവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ടവും വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും, വെളിച്ചത്തിൻ്റെ കുറവ് പരിഹരിക്കാനുള്ള നടപടികൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് വേണ്ട നടപടികൾ, അതൊക്കെ പൂർത്തിയാവുന്നു. ഇതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ദൗത്യസംഘം എത്തി നിൽക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ കഴിയുക? സുർജിത്ത്, നിന്നിടത്തുനിന്ന് ഏതാണ്ട് കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ആനയെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അതായത് ഈ ആനിമൽ ആംബുലൻസ് എത്തിയ ആ പ്രദേശത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് കുങ്കിയാനകൾ ഉപയോഗിച്ചാണ് കൊണ്ടുവരിക. ആന കുറച്ചുകൂടി മുന്നിലേക്ക്, അതായത് നേരത്തെ നിന്ന അതായത് രാവിലെ നിന്ന ആ പ്രദേശത്തേക്കാണ് ആന മാറിയിരിക്കുന്നത്. ആനയുടെ ദിശ തെറ്റിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടിക്കുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. പടക്കം പൊട്ടിച്ച ശേഷം അതിനെ പതുക്കെ ഇവിടേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുങ്കിയാനകൾ സജ്ജമാണ്. കുങ്കിയാനകൾ ഒന്ന് കോന്നി സുരേന്ദ്രനാണ് കുങ്കിയാന സംഘത്തിലുള്ളത്. മറ്റൊന്ന് സൂര്യ എന്ന് പറയുന്ന മറ്റൊരു ആനയാണ്. അതോടൊപ്പം വടക്കനാടൻ കൊമ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിക്രം എന്ന് പറയുന്ന കൊമ്പനും ഈ കൂട്ടത്തിലുണ്ട്. ഈ 3 കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആനയെ ആനിമൽ ആംബുലൻസിലേക്ക് മാറ്റുക. സജ്ജമാണ്. അതിനുവേണ്ടിയുള്ള വഴി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 2 JCB എത്തിച്ചിട്ടുണ്ട്. JCB കൊണ്ടുവന്ന ശേഷമാണ് ഈ സജ്ജീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആനയുടെ ഒരു സ്ഥിതി, ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ അത് എത്രമാത്രം മയങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ എല്ലാം തന്നെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറ്റിനറി ഓഫീസറായിട്ടുള്ള, ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറായിട്ടുള്ള ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശോധനയ്ക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ ആനയെ കൊണ്ടുപോകാനുള്ള ദൗത്യമാണ് നടപ്പാക്കുന്നത്. ആനയെ സുഗമമായ രീതിയിൽ തന്നെ ഈ വാഹനത്തിലേക്ക് എത്തിച്ച് കുങ്കിയാനകളുടെ സഹായത്താൽ ഇതിനെ മുകളിലേക്ക് കയറ്റും. അതിനുശേഷം ഉടൻ തന്നെ പോലീസിന്റെ അകമ്പടിയോടുകൂടി ഇവിടെ നിന്നും കൊണ്ടുപോകുക എന്നുള്ള ദൗത്യമാണ്. മുത്തങ്ങ വഴിയാകും കൊണ്ടുപോവുക. നേരെ ബന്ദിപ്പൂർ വനമേഖലയിലാക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. ഇന്ന് തന്നെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അത് ഈ കർണാടക വനംവകുപ്പിന്റെ കൂടി അനുമതിയുടെ അടിസ്ഥാനത്തിൽ അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്താകും ആനയെ കൊണ്ടുചെന്ന് ആക്കുക. എന്തായാലും ഇന്ന് രാവിലെ 5 മണിയോട് കൂടിയാണ് ഈ ആന എടവക പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്തു വന്നു. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വിവരമറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തി ആനയെ ട്രാക്ക് ചെയ്തു. ആനയെ ട്രാക്ക് ചെയ്തതിന് പിന്നാലെ ആന നടന്നെത്തിയത് നേരെ മാനന്തവാടി നഗരസഭയിലേക്കാണ്. നഗരസഭയിലെ പുഴ കടന്നുകൊണ്ടാണ് ഇത് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏറെ നേരം, ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം കോടതി പരിസരത്ത് ഈ ആന നിലയുറപ്പിച്ചു. കോടതി പരിസരത്ത് നിന്നും ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും മറ്റും ഈ കൊല്ലിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ കൊല്ലിയിൽ വെച്ചാണ് ഇന്ന് ഉച്ചയോടുകൂടി ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്കായിരുന്നു. ആനയെ ട്രാക്ക് തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ആ സുർജിത്ത്, ഈ രണ്ടാം മയക്കുവെടിക്ക് ശേഷം ആന നേരത്തെ നിലയുറപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അല്പം കൂടി മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ഈ എലിഫന്റ് ആംബുലൻസ് സജ്ജമാക്കി നിർത്തിയിട്ടുള്ള സ്ഥലവുമായി, അത് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലവുമായി ഇപ്പോൾ ഏതാണ്ട് എത്ര ദൂരമുണ്ട്? ദൗത്യസംഘം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ സുർജിത്ത്? ഏതാണ്ട് 50 മീറ്റർ മാത്രം ആണ് ഉള്ളത്. 50 മീറ്ററിന്റെ അകലമാണുള്ളത്. പക്ഷേ അത് വാഴത്തോട്ടമാണ്. വാഴത്തോട്ടത്തോട് ചേർന്നാണ് ഈ നടുഭാഗത്ത് മണ്ണടിച്ച് കിടക്കുന്ന ആ പ്രദേശത്ത്, ആ മേഖലയിലാണ് ഇപ്പോൾ ഈ പോലീസുകാർ സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മിഷൻ തണ്ണീർക്കൊമ്പൻ അതിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുകയാണ്. സജോ ദേവസ്യ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, പുതിയ വിവരങ്ങളുണ്ടോ സജോ?
സജോ ദേവസ്യയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. മിഷൻ തണ്ണീർക്കൊമ്പൻ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ആനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുക എന്നുള്ള ഘട്ടത്തിലാണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നു. ഇരുട്ട് വീണതോടുകൂടി വെളിച്ചത്തിനുള്ള ക്രമീകരണങ്ങൾ, മറ്റെല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ മയക്കുവെടി ഏറ്റതിന് ശേഷം ആന അല്പം കൂടി മുമ്പിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആനയെ നിരീക്ഷിക്കുക, ഏത് തരത്തിലുള്ള നടപടികളാണ് ഇനി സ്വീകരിക്കേണ്ടത് എന്നത് വിലയിരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ദൗത്യസംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് സജോ? റിജിത്ത്, ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് ആന ഈ മയക്കുവെടി വെച്ചതിന് ശേഷം 2 ആദ്യ ഡോസ് കിട്ടിയപ്പോൾ അതേ സ്ഥലത്ത് തന്നെ കൃത്യമായ ഒരു വിസിബിളായ ഈ ദൗത്യ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയും വിധം തൊട്ടടുത്ത് തന്നെയായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. രണ്ടാമത്തെ ബൂസ്റ്റർ ഡോസും നൽകി. അതിന് പിന്നാലെ ആന ഈ ആദ്യം വാഴത്തോട്ടത്തിലേക്കും പിന്നീട് അതിനോട് തൊട്ടു ചേർന്നുള്ള പൊന്തക്കാടിലേക്കും നീങ്ങുകയാണ് ചെയ്തത്. അതായത് ഈ ആനയ്ക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ച മയക്കം അതേപടി ഇപ്പോൾ നിലനിർത്തുന്ന ഒരു സാഹചര്യമില്ല. അതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പിന്നീട് ഈ ആനയെ ഇപ്പോൾ ഈ ദൗത്യസംഘം നിലയുറപ്പിച്ചിരിക്കുന്ന, അതായത് എലഫന്റ് ആംബുലൻസും ഈ ദൗത്യസംഘത്തിൽ സഹായിക്കുന്ന ആളുകളും ഒക്കെ നിലയുറപ്പിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ശ്രമം. അതുകൊണ്ട് ഇപ്പോൾ പടക്കം പൊട്ടിച്ചും മറ്റും ആ പൊന്തക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഈ ഗ്രൗണ്ട് പോലെയുള്ള ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ്, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരർത്ഥത്തിൽ ഇപ്പോൾ ദൗത്യം പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതിനെ മറികടക്കാനുള്ള ശ്രമം, അതായത് പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഈ പൊന്തക്കാടിന്റെ ഭാഗത്തേക്ക് കയറിയ ആനയെ അവിടെ നിന്ന് നീക്കി നേരത്തെ ഒരുക്കി വെച്ചിരുന്ന, കൃത്യമായി തയ്യാറാക്കി ആ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് അവർ ഉദ്ദേശിച്ച അർത്ഥത്തിലുള്ള മയക്കം ഇപ്പോൾ ആനയ്ക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നു എന്നതാണ്. അതാണ് ഇപ്പോൾ ദൗത്യ സംഘം അതിനെ ഏത് നിലയ്ക്ക് നേരിടാൻ കഴിയും എന്നതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് നീക്കി ഈ ഭാഗത്തേക്ക് എത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോഴും പടക്കം പൊട്ടിച്ച് ആ ഭാഗത്തേക്ക്, അതായത് ഒരു നേരത്തെ ഈ വാഴത്തോട്ടത്തിനകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ചകത്തേക്ക് കയറി പിന്നീട് അത് നേരെ എതിർഭാഗത്തുള്ള തൊട്ട് ചേർന്ന് തന്നെ കുറച്ച് പൊന്തക്കാട് പോലുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ടേക്ക് ആന നടന്നു നീങ്ങി എന്നതാണ്. അതൊരു അപ്രതീക്ഷിതമായിരുന്നു. അതായത് വേണ്ടത്ര മയക്കം ആനയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല. കാരണം ഈ മയക്കുവെടി കിട്ടിയിട്ട് തന്നെ കുറച്ചധികം സമയം പിന്നീടാണ് ആന മുൻപോട്ട് നീങ്ങുകയും പ്രതീക്ഷിക്കാത്ത നിലയ്ക്ക് ഈ പൊന്തക്കാടിന്റെ ഭാഗത്തേക്ക് കയറുകയും ചെയ്തത്. അവിടെ നിന്ന് തിരികെ എത്തിക്കാനാണ് ഇപ്പോൾ പടക്കം പൊട്ടിച്ച് ഈ കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു വിസിബിലിറ്റി ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക. ആവശ്യമെങ്കിൽ വീണ്ടും ഡോസ് നൽകുകയും അത് ദൗത്യസംഘം എന്താണ് ഇനി അങ്ങനെ ചെയ്യുന്നതിൽ സാങ്കേതികമായി ശാസ്ത്രീയമായി അതിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ചെയ്യാനുള്ള ശ്രമമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൗത്യം ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം അതിനുശേഷം ഈ മയക്കുവെടി ലഭിച്ചതിന് ശേഷം അത് പിന്നീട് നടന്ന് ഈ പൊന്തക്കാടിന്റെ ഭാഗത്തേക്ക് പ്രവേശിച്ചതാണ്. പക്ഷേ അത് പൂർണ്ണമായും ദൗത്യത്തിന് എന്തെങ്കിലും തരത്തിൽ വലിയ തടസ്സമുണ്ടാക്കുന്ന ഒരു നിഗമനത്തിലേക്കൊന്നും ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയുകയില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അല്പം പ്രതിസന്ധി നേരിടുന്നു. അതായത് വളരെ വേഗത്തിൽ രണ്ടാം ഘട്ട ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി രൂപപ്പെട്ടിരിക്കുന്നു. അതായത് വാഹനത്തിലേക്ക് കയറ്റുക എന്നതാണ് അടുത്ത ശ്രമമായി ചെയ്യേണ്ടിയിരുന്നത്. അതിലേക്ക് വേഗത്തിൽ കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ പൊന്തക്കാട് ഭാഗത്തേക്ക് കയറി നിൽക്കുന്ന ആനയെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പടക്കം പൊട്ടിച്ച് ശബ്ദം ഉണ്ടാക്കി ആ ഭാഗത്തേക്ക് എത്തിക്കുക എന്നതാണ്. അതായത് പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമായും മയക്കത്തിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് എത്തും എന്നതായിരുന്നു പ്രതീക്ഷ. അത് ആ നിലയ്ക്ക് വർക്കായോ എന്നതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം. അത് പക്ഷേ പൂർണ്ണമായും ഏതെങ്കിലും നിലയ്ക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉദ്യോഗസ്ഥർ നൽകുന്നൊന്നുമില്ല. അവർ ഇപ്പോഴും എന്തെങ്കിലും ഈ മിഷൻ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ശ്രമകരമായ ദൗത്യം തന്നെ തുടരുകയാണ്. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു നിൽക്കുന്നു. അതാണ് ഇപ്പോഴുള്ള ഒരു ആശങ്ക. പക്ഷെ അത് മറികടക്കാനുള്ള ശ്രമം, വളരെ ശ്രമകരമായ ദൗത്യം തന്നെയാണ്. ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ RRT സംഘവും ഒപ്പം ഈ ദൗത്യ സംഘവും ഒക്കെ ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ഒരു അപ്രതീക്ഷിതമായാണ് അങ്ങോട്ടേക്ക് നീങ്ങുകയും പിന്നീട് അത് ഒരു ടെറൈൻ കുറച്ച് പ്രശ്നമാണ്. കാരണം കുറെ കൂടി വിസ്തൃതമായ തുറസായ സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിലൊക്കെ അത് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമല്ല. ടെറൈനിലെ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളോടൊക്കെ എതിരിട്ടാണ് ദൗത്യ സംഘം ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു പ്രതിസന്ധിയും രൂപപ്പെട്ടിരിക്കുന്നത്. അത് എന്താണ് എന്ന് വ്യക്തമായി, അതായത് ആനയുടെ വളരെ അടുത്തേക്ക് പൊന്തക്കാട് ഭാഗത്തേക്ക് കയറിയത് കൊണ്ട് തന്നെ കുറെ കൂടി വ്യക്തമായി നിരീക്ഷിക്കുന്നതിന് തടസ്സമുണ്ട്. ഒപ്പം പൂർണ്ണമായി ഇരുട്ടാണ്, വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ വെളിച്ചമൊക്കെ ആനയ്ക്ക് നേരെ അടിക്കുന്നതും അതും ബുദ്ധിമുട്ടുണ്ടാക്കും. അതും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പടക്കമൊക്കെ പൊട്ടിച്ച് കുറെ കൂടി, ഏതാണ്ട് അധികം ദൂരെയല്ല യഥാർത്ഥത്തിൽ അവർ ആനയെ എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരെയല്ല ഇപ്പോഴും ആനയുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായും അക്കാര്യത്തിൽ വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എങ്കിൽ കൂടി പൂർണ്ണമായും ഈ മിഷൻ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ആന നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ആനയെ ഈ നേരത്തെ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിക്കണം. ഒപ്പം അതിനിടയിലാണ് സമയം ഒരുപാട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും ഇരുട്ടാണ്, വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ആന
കുറച്ചു ദൂരം അങ്ങ് നടന്നു നീങ്ങി പൊന്തക്കാട് ഭാഗത്തേക്ക് കയറിയത്. അത് അപ്രതീക്ഷിതമായിരുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. അതായത് ഉദ്ദേശിച്ച അത്രയും അളവിലുള്ള ആ ഒരു മയക്കം ആനയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം ഇപ്പോൾ നമ്മൾ അനുമാനിക്കാൻ. അത് പക്ഷേ ഔദ്യോഗികമായി നമ്മുടെ ദൗത്യസംഘം അറിയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും വളരെ ശ്രമകരമായ ദൗത്യമാണ്. ഈ ദൗത്യം എന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതിന്റെ പ്രോട്ടോകോൾ ഒക്കെ കൃത്യമായി പാലിക്കേണ്ടതുമാണ്. ഏതായാലും ആ ശ്രമകരമായ ദൗത്യം ഇപ്പോഴും ദൗത്യസംഘം തുടരുകയാണ്. ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അതെങ്കിലും മറികടക്കാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണ് ഇപ്പോൾ ദൗത്യസംഘവും ഉദ്യോഗസ്ഥരും എല്ലാം ഉള്ളത്. സജോ ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രണ്ടാമത്തെ മയക്കുവെടിയേറ്റതിന് ശേഷം ആന അല്പം കൂടി മുമ്പിലോട്ട് പോയിട്ടുണ്ട്. അതാണിപ്പോൾ ദൗത്യത്തിനൊരു വെല്ലുവിളിയായി നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. വളരെ വേഗത്തിൽ തന്നെ വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ ദൗത്യസംഘത്തിന് ഉണ്ട്. പടക്കം പൊട്ടിച്ച് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തേക്ക് ആനയെ എത്തിക്കുക, അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നിരീക്ഷണമാണ് ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ആന ഇപ്പോഴൊരു പന്തക്കാട് ഭാഗത്താണ് ഉള്ളത്. അവിടെ നിന്ന് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തേക്ക്, നേരത്തെ ആന നിന്നിരുന്ന ഭാഗത്തേക്ക് ആനയെ എത്തിക്കുക, അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, പടക്കം പൊട്ടിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നു. അത് വിജയം കാണും എന്നുള്ളത് തന്നെയാണ് ദൗത്യസംഘം വിലയിരുത്തുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി അതിനെ ദൗത്യസംഘം ഈ ഘട്ടത്തിൽ കാണുന്നില്ല. അപ്പോഴും അത് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ദൗത്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് അനുയോജ്യമായ തീരുമാനങ്ങളിലേക്ക് പോവുക, അതിനനുസരിച്ച് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ദൗത്യസംഘം ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്.